ഭൂവിസ്തൃതിയുടെ 2/3 ജലം നിറഞ്ഞതാണെന്ന് നമുക്കറിയാം. ശൂന്യാകാശത്ത് നിന്ന് നോക്കുമ്പോൾ ഒരു നീലഗ്രഹമായിട്ടാണ് ഭൂമിയെ കാണപ്പെടുക. അതുകൊണ്ട് തന്നെ നീലഗ്രഹം എന്ന വിളിപ്പേരും ഭൂമിക്കുണ്ട്. എന്നാൽ ഭൂമി മാത്രമല്ല ജലസാന്നിധ്യമുള്ള ഗ്രഹം. പക്ഷേ തീ അല്ലെങ്കിൽ അഗ്നി കാണപ്പെടുന്ന ഒരേ ഒരു ഗ്രഹം പ്രപഞ്ചത്തിൽ ഭൂമി മാത്രമായിരിക്കും. ഒരുപക്ഷെ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും, ഭൂമിയിൽ മാത്രമല്ലല്ലോ അഗ്നിപർവ്വതങ്ങളും അതുപോലെ ഇടിമിന്നലും ഉള്ളത്. ഇനി അതും പോരാഞ്ഞ് സൂര്യൻ പോലെയുള്ള മറ്റു നക്ഷത്രങ്ങളുണ്ടല്ലോ, ഇവയിലൊക്കെയും തീയില്ലേ എന്ന്. ശരിയല്ലേ? പക്ഷെ ഈ പറഞ്ഞവയൊന്നും യഥാർത്ഥത്തിൽ തീയല്ല. സൂര്യനും നക്ഷത്രങ്ങളും ഹൈഡ്രജനും അതുപോലെ മറ്റു ചില പദാർത്ഥങ്ങളും പ്ലാസ്മ രൂപത്തിൽ കാണപ്പെടുന്ന ഒരു വാതക ഗോളമാണ്. അതിന്റെ ഉള്ളിൽ നടക്കുന്നത് ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന പ്രവർത്തനമാണ്. അഗ്നിപർവ്വതം പൊട്ടിയൊഴുകി വരുന്ന ലാവയും തീയല്ല. ഭൂമിയുടെ ഉള്ളിലെ അതിഭീകരമായ മർദ്ദം കാരണം പാറ ഉരുകുന്നതാണ് മാഗ്മ അല്ലെങ്കിൽ ലാവ. അതേപോലെ ഇടിമിന്നൽ എന്നത് വൈദ്യുത പ്രവാഹമാണ്, അതും തീയല്ല. ഭൂമിയിൽ മാത്രമേ തീ അല്ലെങ്കിൽ അഗ്നിയുള്ളൂ. അപ്പൊ പിന്നെ ശരിക്കും തീ എന്ന് പറയുന്നത് എന്താണ്? എന്തുകൊണ്ട് ഇത് ഭൂമിയുടെ മാത്രം സവിശേഷതയാകുന്നു? സത്യത്തിൽ തീ ഉണ്ടായത് ദശലക്ഷക്കണക്കിന് വർഷത്തെ ഫോട്ടോസിന്തസിന്റെ ഫലമായിട്ടാണ്. എന്ന് വെച്ചാൽ തീ ഉണ്ടാവണമെങ്കിൽ അവിടെ ജീവന്റെ തുടിപ്പുണ്ടാവണം എന്നർത്ഥം. മറ്റൊരു അർത്ഥത്തിൽ പറഞ്ഞാൽ ജീവനില്ലാത്ത സ്ഥലത്ത് അഗ്നിക്കും നിലനിൽപ്പില്ല. ജീവനും അഗ്നിയും പരസ്പരം രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. കേൾക്കുമ്പോൾ വിശ്വസിക്കാൻ ഒരല്പം പ്രയാസമാണല്ലേ? വിശദമായിട്ട് തന്നെ നോക്കാം. നമസ്കാരം. ചെറുതല്ല കാര്യത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തീ അല്ലെങ്കിൽ അഗ്നി എന്നത് ജ്വലനം അഥവാ കമ്പസ്റ്റൻ എന്ന തീർത്തും ഒരു രാസപ്രവർത്തനത്തിന്റെ ഫലമായി ഉണ്ടാവുന്നതാണ്. ഇതിന് 2 ഘടകങ്ങൾ ഉണ്ടാവേണ്ടത് വളരെ അത്യാവശ്യമാണ്: ഇന്ധനവും ഡൈ ഓക്സിജനും. ഇവ ഒരു പരിധിയിലധികം ചൂടായാൽ ജ്വലനം നടക്കുകയും നീരാവിയും കാർബൺ ഡൈ ഓക്സൈഡും മറ്റു ചില വാതകങ്ങളും പുറന്തള്ളപ്പെടുകയും ചെയ്യും. ജ്വലനം നടക്കുമ്പോൾ ഉണ്ടാവുന്ന വാതകങ്ങൾ പുറപ്പെടുവിക്കുന്ന വെളിച്ചമാണ് നാളമായി നമ്മൾ കാണുന്നത്. ഇതിനെയാണ് തീ അല്ലെങ്കിൽ അഗ്നി എന്ന് നമ്മൾ പറയുക. പക്ഷേ ആരംഭത്തിൽ ശൂന്യമായിരുന്ന, കാര്യമായി ഓക്സിജൻ ഇല്ലാതിരുന്ന, ജീവന്റെ തുടിപ്പ് ഒട്ടുമില്ലാതിരുന്ന ഭൂമിയിൽ ഇവ രണ്ടും എങ്ങനെയുണ്ടായി? ഇതറിയുമ്പോൾ മാത്രമേ തീ എങ്ങനെയുണ്ടായി എന്ന് മനസ്സിലാക്കാൻ നമുക്കാവും. നമ്മുടെ അന്തരീക്ഷത്തിൽ കാണപ്പെടുന്ന ഓക്സിജൻ അധികവും ഡൈ ഓക്സിജൻ ആണ്. 2 ഓക്സിജൻ തന്മാത്രകൾ ചേർന്ന ഘടന. ഇതിനെ നമ്മൾ സാധാരണ O2 എന്ന് പറയുന്നു. നമ്മൾ ശ്വസിക്കുന്നതും ഇതേ രൂപത്തിലുള്ള ഓക്സിജൻ തന്നെയാണ്. ഭൂമിയിൽ ഫോട്ടോസിന്തസിസ് ചെയ്യുന്ന ജീവകങ്ങൾ വരും മുമ്പ് ഭൂമിയുടെ അന്തരീക്ഷത്തിൽ ഇത്രയും അളവിൽ O2 ഉണ്ടായിരുന്നില്ല. പകരം മീഥേൻ, നീരാവി, കാർബൺ ഡൈ ഓക്സൈഡ് എന്നിവയായിരുന്നു അധികവും. ഭൂമിയിൽ ആദ്യത്തെ ജീവൻ പരിണമിച്ചുണ്ടായതിനു ശേഷം തീ ഉണ്ടാവുന്നതിന് മുന്നേ അല്ലെങ്കിൽ ഈ 2 സംഭവങ്ങൾക്കുമിടയിൽ സയനോ ബാക്ടീരിയകൾ ഉടലെടുത്തു. ഈ സയനോ ബാക്ടീരിയകൾ ദശലക്ഷക്കണക്കിൽ വർഷങ്ങൾ ഫോട്ടോസിന്തസിസ് ചെയ്തതിന്റെ ഫലമായിട്ടാണ് അന്തരീക്ഷത്തിൽ ഡൈ ഓക്സിജൻ എത്തിയത്. ഭൂമിയുടെ രൂപീകരണ ഘട്ടത്തിൽ അന്തരീക്ഷത്തിൽ ഓക്സിജൻ ധാരാളം എത്തപ്പെട്ട ഈ സമയം അല്ലെങ്കിൽ സംഭവത്തെ ദ ഗ്രേറ്റ് ഓക്സിജനേഷൻ ഇവന്റ് എന്നാണ് അറിയപ്പെടുന്നത്. ഇതാണ് ഭൂമിയിൽ നമ്മളടക്കം മറ്റ് ജീവജാലങ്ങൾക്കും നിലനിൽക്കാനുള്ള അവസരം ഉണ്ടാക്കിയത്, അതിനോടൊപ്പം അഗ്നിക്കും. ആദ്യം അന്തരീക്ഷത്തിൽ എത്തിയ ഓക്സിജനിലെ ഏറിയ പങ്കും ഭൂമിയിലെ അല്ലെങ്കിൽ ഭൂവൽക്കത്തിലെ ഇരുമ്പുമായി പ്രവർത്തിച്ച് അയൺ ഓക്സൈഡ്, ഇനി അതല്ലെങ്കിൽ നമുക്കറിയാവുന്ന ഭാഷയിൽ പറഞ്ഞാൽ തുരുമ്പ് ആയി മാറി. ഇത് ഭൂമിയിലെ പാറകളിൽ ശേഖരിക്കപ്പെടുകയാണുണ്ടായത്. ഒരു ഭൗമശാസ്ത്ര റെക്കോർഡായി ഇന്നും ഇത് ശേഷിക്കുന്നു. പടിഞ്ഞാറൻ ഓസ്ട്രേലിയ, മൊണ്ടാന എന്നിവിടങ്ങളിലെ പാറകളിൽ ഇതിനുള്ള തെളിവുകൾ ഉണ്ട്. അന്തരീക്ഷത്തിൽ എത്തിയ O2വിന്റെ നല്ലൊരു ശതമാനവും കുറയാനിടയായി. ഈ കാരണം കൊണ്ടാണ് അന്തരീക്ഷത്തിൽ ഓക്സിജന്റെ ശേഷിപ്പ് ഉണ്ടാവാൻ ദശലക്ഷക്കണക്കിന് വർഷങ്ങളുടെ ഫോട്ടോസിന്തസിസ് ആവശ്യമായി വന്നത്. ഏകദേശം 2 ബില്യൺ വർഷങ്ങൾ നീണ്ട ഫോട്ടോസിന്തസിസിന് ശേഷമാണ് ഡൈ ഓക്സിജൻ വീണ്ടും അന്തരീക്ഷത്തിൽ എത്തിയത്. പക്ഷേ ഈ സമയത്തും ഭൂമിയിൽ ജീവൻ ഉണ്ടായിരുന്നത് സമുദ്രത്തിൽ മാത്രമായിരുന്നു. കരഭാഗം തീർത്തും ശൂന്യമായി കിടന്നു. സസ്യങ്ങളോ മറ്റു ജീവികളോ ഒന്നും ഉണ്ടായിരുന്നില്ല. തീ ഉണ്ടാവാൻ അത്യാവശ്യമായ 2ാമത്തെ ഘടകം ഇന്ധനമാണ്. പക്ഷേ എല്ലാ വസ്തുക്കൾക്കും ഇന്ധനമാവാൻ പറ്റില്ല. കാരണം ജ്വലനം നടക്കുമ്പോൾ ഇന്ധനത്തിലെ തന്മാത്രകൾ വിഘടിക്കപ്പെടുകയും O2വുമായി ചേർന്ന് പുതിയ തന്മാത്രകൾ ഉണ്ടാവുകയും ചെയ്യും. ഈ പ്രവർത്തനം കാര്യക്ഷമമായി നടക്കണമെങ്കിൽ ഇന്ധനത്തിൽ ഒരു സവിശേഷ തന്മാത്രാ ഘടന ഉണ്ടായിരിക്കണം. കാർബണിന്റെയും ഹൈഡ്രജന്റെയും ബോണ്ട് ധാരാളം അടങ്ങിയതായിരിക്കണം അത്, സസ്യങ്ങൾ കാണുന്ന സെല്ലുലോസിൽ ഉള്ളതുപോലെ. പക്ഷേ ഭൂമിയിൽ ഏതുതരം സസ്യമാണ് ആദ്യം ഉണ്ടായതെന്നോ അതെന്നാണെന്നോ കൃത്യം പറയാൻ ആവില്ല. കാരണം കരയിൽ നിന്നും കിട്ടിയിരുന്ന ഏറ്റവും പഴക്കമുള്ള ജീവകത്തിന്റെ ഫോസിൽ 500 മില്യൺ വർഷം മുമ്പ് കേംബ്രിയൻ കാലത്തുള്ള ചില മൈക്രോസ്കോപ്പിക് സ്പോറുകൾ ആണ്. ഇതുപയോഗിച്ച് കൃത്യമായ ഒരു തീരുമാനത്തിലെത്താൻ പ്രയാസമാണ്. അല്പം കൂടി ശക്തമായ ഫോസിൽ തെളിവുകൾ കിട്ടിയത് 430 മില്യൺ വർഷം പഴക്കമുള്ളവയാണ്. ഇതിൽ വളരെ ചെറിയ ഏകകോശ സസ്യങ്ങൾ മുതൽ
9 മീറ്റർ വരെ പൊക്കം വെക്കുന്ന പ്രോട്ടോടാക്സിസുകൾ വരെ ഉണ്ടായിരുന്നു. 7 മില്യൺ വർഷങ്ങൾ കൂടി കഴിഞ്ഞ് കാർബോണിഫറസ് കാലത്ത് സസ്യങ്ങൾ ഭൂമി മുഴുവനും വ്യാപിച്ചു. ഇതോടെ ഫോട്ടോസിന്തസിസ് നിരക്ക് ഉയരുകയും അന്തരീക്ഷത്തിൽ O2 വ്യാപകമായി എത്തുകയും ചെയ്തു. ഓക്സിജൻ എന്നത് ഫോട്ടോസിന്തസിന്റെ ബൈ പ്രൊഡക്റ്റ് ആണല്ലോ. ഇന്ന് അന്തരീക്ഷത്തിൽ 21% ആണ് ഓക്സിജൻ എങ്കിൽ അന്ന് 30 മുതൽ 35% വരെയായിരുന്നു ഓക്സിജന്റെ അളവ്. ഈ കാലത്ത് പ്രാണികളും മറ്റ് ആർത്രോപോഡുകളും വളരെ വലിയ ശരീരം ഉള്ളവയായി തീർന്നു എന്നത് അന്തരീക്ഷത്തിലെ കൂടിയ അളവിലുള്ള ഓക്സിജൻ കാരണമാണെന്ന് കരുതുന്ന ശാസ്ത്രജ്ഞരും കുറവല്ല. ഉദാഹരണത്തിന് ബ്രിട്ടനിൽ നിന്നും കിട്ടിയ ഒരു തുമ്പിയുടെ ചിറകിന് വിസ്താരം 50 സെന്റിമീറ്റർ ആണ്. അതേപോലെ പൾമണോസ്കോർപ്പിയസ് എന്നു പേരുള്ള ഒരു തേളിന് വലിപ്പം 1 മീറ്റർ ആണ്. കാർബോണിഫറസ് കാലത്ത് ഇലകളോട് കൂടിയ സസ്യങ്ങൾ ഉണ്ടായി. പക്ഷേ ഇവർ വിത്തുകൾ അല്ല, മറിച്ച് സ്പോറുകളാണ് വംശവർദ്ധനയ്ക്കായി ഉൽപ്പാദിപ്പിച്ചിരുന്നത്. പെർമിയൻ കാലമായതോടെ വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുന്ന സസ്യങ്ങളും ഉണ്ടായി. ഫോസിൽ പഠനങ്ങൾ ഇതെല്ലാം ശരിവെക്കുന്നുമുണ്ട്. ജുറാസിക് കാലത്തിന്റെ അവസാനത്തോടെ പൈൻ പോലെയുള്ള മരങ്ങൾ ഉടലെടുത്തു. പൈൻ മരത്തിന്റെ കട്ടിയുള്ള പുറംതൊലി കാട്ടുതീയെ നേരിടാനായി കാലങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയ സ്വഭാവമാണെന്ന് പഠനങ്ങൾ തെളിവ് നിരത്തുന്നുണ്ട്. ക്രിട്ടേഷ്യസ് കാലത്തിനൊടുവിൽ ഭൂമി ഒരു ഉൽക്കയുമായി കൂട്ടിയിടിച്ചുണ്ടായ ചൂടിലും തീയിലും ഒട്ടുമിക്ക ജീവജാലങ്ങളും വെന്തു വെണ്ണീറായി. പിന്നീടാണ് ഭൂമിയിൽ വിസ്തൃതമായ അളവിൽ പുൽമേടുകൾ ഉണ്ടാവുന്നത്. പുൽമേടുകൾ കരയിലെ ഏറ്റവും ജൈവ വൈവിധ്യമുള്ള ഇടങ്ങളാണ്. നെല്ല്, ഗോതമ്പ്, ബാർലി തുടങ്ങിയ ധാന്യങ്ങളെല്ലാം പുല്ലുവർഗത്തിൽപ്പെടുന്നവയുമാണ്. മനുഷ്യ പരിണാമത്തിൽ ഇത്തരം ധാന്യങ്ങൾക്കും അതുൾപ്പെടുന്ന പുല്ലുവർഗത്തിനും ചെറുതല്ലാത്ത പങ്കാണുള്ളത് എന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. കാട്ടുതീ ഒരർത്ഥത്തിൽ അനുഗ്രഹമാണ്. തീ മൂലമുണ്ടാകുന്ന ചാരവും കരിയും ഭൂമിയുടെ ഫലഭൂയിഷ്ഠത കൂട്ടുന്നു. തീ ഉണ്ടാവുമ്പോൾ ചിലയിടങ്ങളിൽ അധികമായി വളരുന്ന സസ്യങ്ങളുടെ പെരുകൾ തടയുക വഴി ജൈവ വൈവിധ്യത്തിന് കാരണമാവുകയും ചെയ്യുന്നു. ചുരുക്കത്തിൽ, ജീവന്റെ തുടിപ്പില്ലാത്ത ഒരു സ്ഥലത്ത് അഗ്നിക്ക് നിലനിൽപ്പില്ല. നേരെ തിരിച്ച് അഗ്നിയാവട്ടെ പരിസ്ഥിതിയുടെ വൈവിധ്യവൽക്കരണത്തിനും ജൈവ വൈവിധ്യത്തിനും കാരണമാകുന്നുമുണ്ട്. തീ ഉണ്ടായിരുന്നില്ല എങ്കിൽ ഭൂമിയിൽ പുൽമേടുകൾക്ക് പകരം വനങ്ങളായിരുന്നതിനെ കൂടുതൽ. വനങ്ങളിലാകട്ടെ പുൽമേടുകളിൽ കാണുന്ന അത്രയും വലിയ അളവിൽ ജൈവ വൈവിധ്യം ഉണ്ടാവുകയില്ല. വനങ്ങൾക്ക് അത്രയും വലിയ അളവിൽ ജൈവ സമ്പത്തിനെ അല്ലെങ്കിൽ ജൈവ വൈവിധ്യത്തെ പരിപോഷിപ്പിക്കാനുള്ള പ്രാപ്തിയുള്ളതല്ല. ഭൂമി ജലസമൃദ്ധമായ ഒരു ഗ്രഹം തന്നെയാണ്, സംശയമില്ല. പക്ഷേ അതിലും ശ്രദ്ധേയമായ കാര്യം അഗ്നി നിലനിൽക്കുന്ന അല്ലെങ്കിൽ കാണപ്പെടുന്ന ഒരേ ഒരു ഗ്രഹം ഭൂമി മാത്രമാണ്. പ്രപഞ്ചത്തിന്റെ വിദൂര കോണുകളിൽ ജീവന്റെ തുടിപ്പുകൾ തേടുകയാണ് ശാസ്ത്ര സംഘം. നാളെ ഒരിക്കൽ ഭൂമിക്ക് സമാനമായ ചുറ്റുപാടുള്ള ഗ്രഹം കണ്ടെത്തിയാൽ ഒരുപക്ഷെ അവിടെ അഗ്നി ഉണ്ടാകാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാനാവില്ല. മറ്റൊരു വിഷയമായിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.